നമസ്കാരം. ഒടുവിൽ ഏറ്റവും അവസാനം ജാതി സെൻസസ് എന്ന ആവശ്യം കൊണ്ട് ശ്വാസം മുട്ടിയിരിക്കുന്ന കേന്ദ്രത്തെ സംബന്ധിച്ച് ഇപ്പോൾ അതിന് അനുമതി കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എല്ലാത്തിനും ഒപ്പമുണ്ടാകുമെന്ന് മോദി കണക്ക് കൂട്ടിയ ഘടകകക്ഷികൾ പോലും ജാതി സെൻസസിൻ്റെ കാര്യത്തിൽ മാത്രം തങ്ങൾക്ക് കൂടെ നിന്നില്ല. നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിടിവാശിക്കൊടുവിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ BJP അവസാനം ഇപ്പോൾ ജാതി സെൻസസിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. ജാതി സെൻസസ് വിഷയത്തിൽ മോദിക്കൊരു മൂഴം മുന്നേ ഇപ്പോൾ എറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ജാതി സെൻസസ് നടപ്പിലാക്കാനുള്ള പെട്ടെന്നുള്ള തീരുമാനത്തിന് ശേഷമുള്ള ആദ്യ പരീക്ഷണം അത് ബീഹാറിൽ നടത്തുമെന്നാണ് ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ വാ മൂടിക്കെട്ടാനും അടക്കി നിർത്തുവാനും ഘടകകക്ഷികളെ ഒന്ന് സുഖിപ്പിക്കാനും വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും ഈ ജാതി സെൻസസ് എന്ന വിഷയം അത് ഇപ്പോൾ തലയിൽ തന്നെ വലിയൊരു ഇടുത്തി വീഴുന്ന എഫക്റ്റ് ആയിരുന്നു മോദിക്കും കൂട്ടർക്കും. പൊതു സെൻസസിനൊപ്പം തന്നെ ജാതി സെൻസസ് കൂടി നടത്താമെന്ന അംഗീകാരം നൽകിയതോടുകൂടി നിരന്തരമായിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്ന രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന് മുന്നിൽ കേന്ദ്രം മുട്ടുമടക്കുന്ന കാഴ്ചയാണ് കാണാനാകും. ഇതാ ഇപ്പോൾ നിതീഷ് കുമാർ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒപ്പം ചേരുമ്പോൾ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് അവർക്കേറെ പ്രതീക്ഷയും ആവേശവും ഏറെ വർദ്ധിച്ചിരിക്കുകയാണ്. ജാതി സെൻസസ് ആവശ്യപ്പെട്ട ആദ്യ സംസ്ഥാനം ബീഹാറായിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർവകക്ഷി സംഘം 2021 ഓഗസ്റ്റ് മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് ജാതി സെൻസസ് നടപ്പിലാക്കാനായിട്ട് ജാതി സെൻസസ് അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് ജാതി സെൻസസ് നടത്തുവാനായിട്ട് കേന്ദ്രം താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചപ്പോൾ ബീഹാർ സർക്കാർ സ്വന്തം വിഭവങ്ങളിൽ നിന്നും സർവേ നടത്തി. പിന്നീട് നിതീഷ് പാർട്ടി മാറുകയും 2022 ഓഗസ്റ്റിൽ RJDയുടെ നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധനുമായിട്ട് കൈകോർക്കുകയും ചെയ്തു. എന്നാൽ ആ സർവേയുടെ കണ്ടെത്തലുകൾ 2023 ഒക്ടോബറിൽ പുറത്തിറങ്ങുകയുണ്ടായി. തുടർന്ന് സംവരണം 50% നിന്ന് 65% ഉയർത്തി. ഇത് കൂടാതെ EWSനും അതിനു മുകളിൽ പ്രായമുള്ളവർക്കും 10% കോട്ടയും ഏർപ്പെടുത്തി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് ഇതിനകം തന്നെ സർചാർജ് ചുമത്തിയ ബീഹാർ ആകട്ടെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ OBC രാഷ്ട്രീയത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ബീഹാർ ജാതി അടിസ്ഥാനമാക്കിയുള്ള സർവേയിൽ 112 ജാതികൾ ഉൾപ്പെടുന്ന EBC, പിന്നോക്ക വിഭാഗങ്ങളിൽ 30 ജാതികൾ ഉൾക്കൊള്ളുന്ന OBCയും കൂടി ചേർന്ന് സംസ്ഥാന ജനസംഖ്യയുടെ 63.13% കണ്ടെത്തുകയുണ്ടായി. അതുപോലെ തന്നെ പട്ടികജാതിക്കാർ ജനസംഖ്യയുടെ 19.65%, അതുപോലെ തന്നെ പട്ടികവർഗ്ഗക്കാർ 1.68%. സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 15.52% മാത്രമാണ് ഉയർന്ന ജാതിക്കാർ ഉള്ളത്. പൊതു സെൻസസിനൊപ്പം തന്നെ ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനത്തോടുകൂടി ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്വാധീനം അത് വളരെ വ്യക്തമായി തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബീഹാറിലെ ജാതി സെൻസസ് ആ ഒരു വിഷയം ആദ്യം ഉന്നയിച്ചത് RJD നേതാവ് തേജസ്വി പ്രസാദ് യാദവ് ആണെന്നും എന്നാൽ ക്രമേണ അത് ദേശീയ തലത്തിൽ ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയെന്നും AN സിൻഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ മുൻ ഡയറക്ടറോ പ്രൊഫസർ DM ദിവാകറും പറയുകയുണ്ടായി. ജാതി സെൻസസ് പ്രഖ്യാപിക്കുന്നതിലൂടെ അത്തരമൊരു ആശയത്തെ അനുകൂലിക്കാതിരിക്കുന്നതിലൂടെ മാത്രമേ BJPക്ക് നാശനഷ്ടങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കൂവെന്നും എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും JDUവിൻ്റെയും RJDയുടെയും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ നേടുന്നതിൽ കൂടുതൽ പ്രതീക്ഷകൾ പുലർത്താമെന്നും അദ്ദേഹം പറയുന്നു. ഇതര OBC, EBC വോട്ടുകളിൽ BJPക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുമെന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമായി പറയുകയാണ്. JDUവിൽ നിന്നും BJPക്ക് ഈ സാമൂഹിക ഗ്രൂപ്പുകളുടെ വോട്ടുകൾ മാറ്റുന്നത് എല്ലായ്പ്പോഴും വളരെ സുഖപ്രദമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കുകയില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്ന യാഥാർത്ഥ്യം.